തിരുവനന്തപുരം ജില്ലയിലെ SF എന്താണെന്ന് കേരള പോലീസ് എന്ന് അറിയും, അത്രേ ഉള്ളൂ. പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്യുന്നത് പുരുഷ പോലീസുകാരാണ്. അതെങ്ങനെ അംഗീകരിക്കാൻ വേണ്ടി പറ്റും? അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് SFI കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ SFI പ്രവർത്തകരെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് പോലീസിന്റെ ഈ രൂപത്തിലുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. തിരുവനന്തപുരം ജില്ലയിലെ SFI എന്താണെന്ന് കേരള പോലീസ് എന്ന് അറിയും, അത്രേ ഉള്ളൂ. സമാധാനമായിട്ട് ഇരുന്നോണ്ടിരുന്നപ്പോ എന്റെ അടുത്ത് വന്നിട്ട് ഒരു ലേഡി പോലീസ് ഓഫീസറോട് മര്യാദയ്ക്ക് നീയൊക്കെ ക്ലാസ്സിൽ പോയിരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് ചോദിക്കാൻ എന്തുമാത്രം അധികാരമുണ്ട് അവർക്ക്. ഞങ്ങൾ ഒരു അക്രമസക്തമായിട്ട് ഒരു കാര്യം പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇവിടെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഉള്ള പെൺകുട്ടികൾ ഉൾപ്പെടുന്നാലേ ഈ കുട്ടി ഉൾപ്പെടെയുള്ള വയ്യായ്മയുള്ള കുട്ടികളെയാണ് അവർ വലിച്ചഴച്ചത് അവിടിട്ട്. ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് സമരം ചെയ്യാനിരുന്നതാണ് അവിടെ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരക്രമവും ഉണ്ടായിട്ടില്ല. അവരാണ് വയ്യാത്ത കുട്ടികൾ ഉൾപ്പെടെ കയ്യിൽ പിടിച്ച് അവരുടെ കോളറിൽ പിടിച്ചിട്ടാണ് വലിക്കുന്നത്. സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥർ കുട്ടികൾ ഉൾപ്പെടെ കോളറിൽ പിടിച്ചിട്ടാണ് ഞങ്ങൾ അവിടിട്ട് വലിച്ചത്. ഞങ്ങൾ എന്ത് തെറ്റിയതിനാണ്? ഞങ്ങൾക്ക് പോലീസ് പോലും പിടിച്ച് വലിച്ചിരുന്നത്. ഇവിടെ പിടിച്ചാണ് വലിച്ചിരുന്നത്. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്യുന്നത്? ഞങ്ങൾ എഴുതുന്ന പരീക്ഷയ്ക്ക് ഞങ്ങൾക്ക് മര്യാദയ്ക്ക് മാർക്കിടാനാണ് ഞങ്ങൾ പറയുന്നത്. എന്തോ വനിതാ പോലീസും പുരുഷന്മാരായിട്ടുള്ള പോലീസും ഉൾപ്പെടെയാണ് ഞങ്ങൾ വലിച്ചഴിച്ചത്. ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ കഷ്ടപ്പെട്ട് മാർക്കാണ് റീവാല്യൂഷൻ കഴിഞ്ഞിട്ട് കയറിയത്. അവള് അതിന് സപ്ലിമെന്ററി എക്സാമിന് ഫീസ് അടച്ചതിന് ശേഷം റീവാല്യൂഷൻ റിസൾട്ട് പുറത്തു വിട്ടേക്കുന്നു. സപ്ലിമെന്ററി എക്സാമിന് ഫീസ് അടച്ചതിന് ശേഷം റീവാല്യൂഷൻ റിസൾട്ട് പുറത്തു വിട്ടു. അപ്പൊ റീവാല്യൂഷൻ അടച്ച ഫീസും സപ്ലിമെന്ററി ഫീസും പോയി. ഒരു പേപ്പറിന് ഞങ്ങൾ അടയ്ക്കേണ്ടത് 890 രൂപയാണ്. 4 പേപ്പറായ 4000 രൂപയോളം ഞങ്ങൾക്ക് അടയ്ക്കേണ്ടത്. ഇത് ചോദിക്കുന്നതിനാണ് അവർ ഞങ്ങളെ തടയുന്നത്. മിണ്ടാതെ അവിടെ ഇരുന്നാണ് രജിസ്ട്രാറിനെ കണ്ട് ഞങ്ങൾ ഒരു പേപ്പർ ഉൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് ഇതൊക്കെയാണ് ഞങ്ങളുടെ അവകാശം, ഇത് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ മാത്രമാണ് ഞങ്ങൾ ഇന്നിവിടെ കൂടിയത്.